ഭാരതത്തിലെ ജനങ്ങളുടെ സ്വാഭിമാനം ഉയർത്തിയ 11 വർഷങ്ങൾ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി 3 വർഷം അധികാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭാരതത്തിൻ്റെ ചരിത്രം നരേന്ദ്രമോദിക്ക് മുമ്പും നരേന്ദ്രമോദിക്ക് ശേഷവുമായി മാറ്റപ്പെടുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന 2014 ഇന്ത്യയെ സംബന്ധിച്ച് പ്രതിരോധ രംഗത്തായാലും ആഭ്യന്തര രംഗത്തായാലും വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള ടെലികോം ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ഭരണകക്ഷി നേതാക്കൾ വരെ ജയിലിൽ കിടക്കുന്ന കാലം. അവിടുന്ന് ഈ 14 വർഷത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു സീരിയസ് ആയ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയാത്ത കരുത്തുറ്റൊരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ഒരു പദ്ധതി വിഭാവന ചെയ്യുമ്പോൾ അത് ഈ രാജ്യത്തെ സാധാരണക്കാരെ ബാധിക്കുന്നതും അവരുടെ ജീവിതത്തെ എങ്ങനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നതുമാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയം. ഒരുപക്ഷെ ഇന്ത്യയിലെ 12 കോടി കർഷകരുടെ കയ്യിൽ കഴിഞ്ഞ 40 തവണയായി ഏറെ 2000 രൂപ വെച്ച് 40,000 രൂപയോളം ലഭിച്ചിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പദ്ധതി. ഒരു ഇടനിലക്കാരനുമില്ലാതെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക്, ചെറുകിട നാമമാത്ര കർഷകരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നൊരു പദ്ധതി. അത് വിപ്ലവകരമായൊരു മാറ്റമാണ് ഭാരതത്തിൽ കുറിച്ചത്. അതുപോലെ ഫസൽ ബീമ യോജന. ഇന്ത്യയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വിളനാശവും മൂലം കർഷകർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഒരു സംവിധാനം ഈ രാജ്യത്തില്ലായിരുന്നപ്പോൾ ഫസൽ ബീമ യോജന പ്രഖ്യാപിച്ച് ചെറിയ നാമമാത്രമായ തുക നൽകി തങ്ങളുടെ വിളകളെ ഇൻഷുർ ചെയ്യാൻ അത് ഇന്ത്യയിലെ കർഷകർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭവന നിർമ്മാണ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ 4 കോടി ജനങ്ങൾക്കാണ് അവരുടെ സ്വപ്നം, ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മാറുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ലഖ്പതി ദിദി ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിനിമം 1 ലക്ഷം മുതൽ മുകളിലേക്ക് വാർഷിക വരുമാനമുള്ളവരായി മാറ്റുക എന്ന ദീർഘവീക്ഷണമുള്ള പദ്ധതി. അതുപോലെ തന്നെ 13 കോടിയോളം വീടുകളിലാണ് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിലെ വിറകടുപ്പുകൾ മാറ്റി ഗ്യാസ് അടുപ്പുകളിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഈ 11 വർഷക്കാലം. അതുപോലെ തന്നെ പ്രശസ്തമായ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 60 കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരായി മാറി. അങ്ങനെ ബാങ്ക് ജൻധൻ അക്കൗണ്ടുകളുള്ളവരായി മാറി. ഈ ജൻധൻ അക്കൗണ്ട് വഴി കോവിഡ് കാലത്തുൾപ്പെടെ ആളുകളുടെ അക്കൗണ്ടിലേക്ക്, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന, രാജ്യം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് അരിയും ഗോതമ്പും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ നൽകുന്ന ഗരീബ് കല്യാൺ യോജന ഒരുപക്ഷെ ലോകത്തെ ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ നൽകുന്ന ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങളിൽ ഒന്നായി ഗരീബ് കല്യാൺ യോജന മാറി. രാജ്യത്തെ 17,000 ഗ്രാമങ്ങളിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമ്പോൾ വൈദ്യുതി എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ 11 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായി. സ്വനിധി യോജന അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ തെരുവ് കച്ചവടക്കാരെ സംബന്ധിച്ച് ഒരു ഈടും നൽകാതെ അവർക്ക് പലിശരഹിതമായി വായ്പ നൽകുന്നൊരു പദ്ധതിയാണ്. നരേന്ദ്രമോദിയുടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടൊരു പദ്ധതിയാണ് രാജ്യം ഗ്യാരണ്ടി നിന്നുകൊണ്ട് ഒരു സംരംഭകൻ 50,000 തൊട്ട് ഇപ്പോൾ ഏറ്റവും പുതിയത് 20 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ നൽകുന്ന പദ്ധതി. ഒരുപക്ഷെ ഈ രാജ്യത്ത് 22 കോടിയോളം യുവാക്കളെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർട്ടപ്പുകളും വാണിജ്യ സംരംഭങ്ങളുമൊക്കെ തുടങ്ങാൻ ഈ മുദ്രാ ലോൺ സഹായിക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പൈപ്പിലൂടെ കുടിവെള്ളം, ജൽ മിഷൻ പദ്ധതി നമ്മുടെ നാട്ടിലൊക്കെ ഇത് നടപ്പാക്കിയിട്ടുണ്ട്. പലപ്പോഴും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പരിപാടികളും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം കേരളം പോലുള്ള സംസ്ഥാനത്തുണ്ട്. ആയുഷ്മാൻ ഭാരത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഈ പദ്ധതി നടപ്പാക്കി. ഒരാളുടെ സാമ്പത്തിക പരിഗണന കൂടാതെ 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്നൊരു പദ്ധതി. ഇത് ശരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന വലിയൊരു സുരക്ഷാബോധമാണ്. ആ പദ്ധതി നടപ്പാക്കിയതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി.
ഇന്ത്യയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ 2004 തൊട്ട് 2014 വരെയുള്ള കാലത്ത് ഇന്ത്യയിലെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ അതുപോലെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നത് 4,300 കോടി രൂപയായിരുന്നു. ഈ 2024 കണക്കനുസരിച്ച് ഇന്ത്യ 88,430 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി മാറി. അതായത് 2004 തൊട്ട് 2014 വരെ ഭരിച്ച കോൺഗ്രസിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തേക്കാൾ 27 ഇരട്ടി ഈ രംഗത്ത് ഇന്ത്യക്ക് വർധനമുണ്ടാവാൻ കാരണം. ഇന്ന് ലോകത്ത് മൊബൈൽ ഫോണുകൾ കയറ്റി അയക്കുമെന്നതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ വാണിജ്യ കുതിപ്പിനും ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിനും ഈ പദ്ധതി നൽകിയിരിക്കുന്ന കരുത്ത് വളരെ വലുതാണ്. അതുപോലെ ഇന്ത്യ ഒരു IT ഹബ്ബായി മാറുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോവിഡ് പോലുള്ള ഒരു മഹാവിപത്ത് വന്നപ്പോൾ ലോകത്തിന് വാക്സിനേഷൻ നൽകുന്ന ഒരു ഹബ്ബായി ഇന്ത്യക്ക് മാറാൻ കഴിയും. ആ കോവിഡ് കാലവും നമ്മൾ എടുക്കണം. ഇന്ത്യ പോലെ ഒരു 3ാം ലോക രാജ്യത്ത് ഇതുപോലൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ പ്ലേഗൊക്കെ സംഭവിച്ച പോലെ ഇന്ത്യ ഒരു ശവപ്പറമ്പായി മാറുമായിരുന്ന കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും സാമ്പത്തികമായും ഭക്ഷ്യധാന്യങ്ങൾ നൽകിയും സൗജന്യമായി 3 ഡോസ് കോവിഡ് വാക്സിനേഷൻ നൽകിയും സംരക്ഷിച്ചത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി നിൽക്കുന്നത്. അദ്ദേഹം 3 തവണയും അദ്ദേഹത്തിൻ്റെ സർക്കാരുകൾ ഇന്ത്യയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയുണ്ടായത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ചന്ദ്രയാൻ ദൗത്യം ആദ്യം പരാജയപ്പെട്ടു. അന്ന് ബാംഗ്ലൂര് ISRO മേധാവിയായിരുന്ന ശിവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊരു പ്രധാനമന്ത്രിയെ ലോകം കണ്ടു. ആ പ്രധാനമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണയോടെയാണ് ISROയിലേക്ക് ശാസ്ത്രജ്ഞർ ചന്ദ്രനിലെ ഇരുണ്ട ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡിംഗ് നടത്തിയത്, ചന്ദ്രയാൻ 10. ഇതേ കാലത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കാശ്മീരിലെ റെയിൽവേ മേൽപ്പാലത്തിലൂടെ ഇന്ത്യൻ ദേശീയ പതാകയുമായി പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടക്കുന്ന ദൃശ്യങ്ങളും ചിനാബിലെ നമ്മൾ നടക്കുന്ന ആ ദൃശ്യങ്ങളും ദേശീയ പതാകയുമായിട്ട് ഭാരതത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ഇന്ന് 1,74,000 കിലോമീറ്റർ റോഡുകൾ ഉണ്ടെങ്കിൽ ആ റോഡുകളിൽ 1,00,000-ഓളം റോഡുകൾ പണിതതും ശ്രീ നരേന്ദ്രമോദിയുടെ ഈ 11 വർഷത്തെ ഭരണകാലത്താണ്. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നതിന് നമ്മൾ നേരിട്ട് കാണുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും ഒരു പരാതി ഉണ്ടായില്ലെങ്കിലും കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് ചില പരാതികൾക്കും നിർമ്മാണത്തിലെ അപാകതകൾക്കുമൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. ഈ ദേശീയപാത വികസനം നമ്മുടെയാണെന്ന് പറഞ്ഞ് റീലിടാനും വീഡിയോ ഇടാനും നടക്കുന്നവർക്ക് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ വികസനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ റെയിൽവേ, പണ്ടത്തെ റെയിൽവേ എന്ന സങ്കല്പം പൊട്ടിപ്പൊളിഞ്ഞ ബോഗികളുള്ള മോശമായ സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് പല സ്ഥലങ്ങളിലും എയർപോർട്ടുകൾക്ക് സമാനമായ റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ കോച്ചുകളുടെ ഗുണനിലവാരം ഉയർന്നു. വന്ദേ ഭാരത് പോലുള്ള മികച്ച ട്രെയിനുകൾ കടന്നു വരുന്നു. നാളെ ബുള്ളറ്റ് ട്രെയിൻ എന്ന പദ്ധതിയിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതും ഈ 11 വർഷത്തെ ഭരണ മികവിൻ്റെ ഉദാഹരണം മാത്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ചു പ്രതിരോധ രംഗത്ത് മുമ്പ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാവാറുണ്ട്. എന്തിന് ബംഗ്ലാദേശിൽ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് നമ്മുടെ അതിർത്തി രക്ഷാസേനയിലെ ഭടന്മാരെ അവിടുത്തെ ലോക്കൽസ് കൊല്ലപ്പെടുന്നൊരവസ്ഥയുണ്ടായി. നമുക്ക് നിസ്സഹായരായി നോക്കി ഇന്ന് ഡൽഹിയിൽ നിന്ന് എന്ത് കേട്ടാലും അശക്തമായി പ്രതിഷേധിക്കുകയും നടുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ത്യ ആദ്യമായി കാണുന്നത് തിരിച്ചടിക്കുന്നൊരു പ്രധാനമന്ത്രിയാണ്. വേണമെങ്കിൽ ഇസ്രയേലൊക്കെ ചെയ്യുന്നത് പോലെ, അമേരിക്ക ചെയ്യുന്നത് പോലെ. അങ്ങനെയാണ് ഉറിയിലെ പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം ചെന്ന് അവരെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് കാര്യം പോയത്. ബാലാക്കോട്ടിലെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ബോംബിങ് നടത്തി. നമ്മുടെ രാജ്യത്തെ 26ഓളം മനുഷ്യരെ അവരുടെ മതം ചോദിച്ച്, ജാതി ചോദിച്ച് പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള പല്ലവി എന്ന സ്ത്രീ മഞ്ജുനാഥ് റാവു എന്ന ആളുടെ ഭാര്യ മഞ്ജുനാഥിനെ കൊല്ലുമ്പോൾ അവർ കാൽ പിടിച്ചു പറഞ്ഞു, എന്നെയും കൊല്ലു. അന്നാ തീവ്രവാദി പറഞ്ഞത്, നിങ്ങൾ നരേന്ദ്രമോദിയോട് ചെന്ന് പറയൂ,
ഈ രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കപ്പെട്ടപ്പോൾ ആ രാജ്യം ആ വികാരം ഏറ്റെടുക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ പറയേണ്ട കാര്യങ്ങളെ നിയന്ത്രിതമായൊരു അതിർത്തി കടന്നുള്ള അക്രമത്തിലൂടെ പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങളെ തകർക്കുകയും പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ തീവ്രവാദികളെ കാലപുരിക്ക് അയക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വന്നപ്പോൾ, പാകിസ്ഥാൻ്റെ എയർ ബേസുകൾ തകർക്കപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ, ഇവിടെ ഈ രാജ്യം എന്ത് ശത്രുക്കൾക്ക് നമ്മൾ മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അത് നൽകാൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടുണ്ട്. അനവസരത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നൊരു പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട്. ഇന്നിപ്പോൾ ലോകത്തെ പ്രതിരോധ രംഗത്ത് അയൺ ഡോമിൻ്റെയൊക്കെ നാടെന്ന് പറയുന്ന ഇസ്രയേലിൽ പോലും ഇറാൻ അയക്കുന്ന മിസൈലുകൾ പതിക്കുന്ന ഇത് യുദ്ധമാണ്. യുദ്ധങ്ങളിൽ ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. പക്ഷേ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന ഒരു ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് കൈവിറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് അവന് വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകാൻ നരേന്ദ്രമോദി എന്ന കരുത്തനായ ഭരണാധികാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വിദേശകാര്യ രംഗങ്ങളിൽ ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ, ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുകയും ഇന്ത്യയെ സംസാരിക്കാൻ പല പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക്, ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യ മധ്യസ്ഥ വഹിക്കണമെന്ന് അമേരിക്ക പോലും പറയുന്നൊരവസ്ഥയിലേക്ക്, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു ലോക നേതാക്കളെ വിളിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യം മുന്നോട്ടാണ്. പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ, വിജയങ്ങളുടെ വരും വർഷങ്ങളിലേക്ക് അജേയനായ എതിരാളികളില്ലാത്ത ഈ ഭാരതത്തിൻ്റെ അമരക്കാരൻ നരേന്ദ്രമോദിയുടെ തുടർ യാത്ര തുടരും.